കഴിഞ്ഞ കുറെ നാളായിട്ട് ഇവിടുത്തെ ആശുപത്രികളുടെ സ്ഥിതി എന്തായിരിക്കും നമുക്കൊക്കെ അറിയാമല്ലോ. ശിശുമരണ നിരക്കിലൊക്കെ കേരളം അമേരിക്കയെക്കാളും കുറവ് നിരക്കുള്ള സംസ്ഥാനമാണ്. അതായത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യങ്ങളിലൊന്നായ ആരോഗ്യ മേഖല അത്യാവശ്യം നല്ലൊരു സംവിധാനമായിട്ട് ഓടുകയായിരുന്നു. സ്കിൻ ബാങ്ക് പോലത്തെ ലോകോത്തര ചികിത്സാ രീതിയൊക്കെ നമ്മൾ ആദ്യമായി സർക്കാർ ആശുപത്രികളിൽ കണ്ടു എന്ന പ്രത്യേകതയുണ്ട്. എപ്പോഴും ആളുകൾ ആശുപത്രി അധികമായി ഉപയോഗിക്കേണ്ടി വരുന്നത് മഴക്കാലത്താണല്ലോ. സർക്കാർ മാറി വന്ന ശേഷം ഒരു മഴക്കാലം ഇപ്പൊ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? എന്നിട്ട് ആദ്യം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം ഒരു വലിയ തോൽവിയായതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ മുൻകൂട്ടിയൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഷിഗല്ല, എബോള, പിന്നെ പഴയ നിപ്പ ഇതൊക്കെ തിരിച്ചു വന്നു. രോഗങ്ങൾ പടരുന്നത് ഒരു സാധാരണ സംഭവമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, രോഗം പകരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ പ്രതിരോധ പരിപാടി തുടങ്ങാമല്ലോ. എന്നാൽ കൃത്യമായ ഏകോപനത്തിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഭരണ സംവിധാനം ആയതുകൊണ്ട് ഷിഗല്ല പോലെയുള്ളത് വന്ന് പല ജീവനും പൊലിഞ്ഞു. ആളുകൾ രോഗം വന്ന് മരിച്ചിട്ടും കൃത്യമായ ഏകോപനം ഉണ്ടായില്ല. രോഗം മാറിപ്പോയതല്ലാതെ പ്രതിരോധത്തിന്റെ ഗുണമൊന്നും കണ്ടില്ല. ആരോഗ്യമന്ത്രിയോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും മഴ കൂടുതലായതുകൊണ്ടാണ്. അതേസമയം പവർ കട്ട് തുടങ്ങിയപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വൈദ്യുതി മന്ത്രിയോട് ചോദിച്ചാൽ പറയും മഴ ഇല്ലാത്തതുകൊണ്ടാണ്. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അവർക്ക് തമ്മിൽ തന്നെ ഒരു കോർഡിനേഷൻ ഇല്ല. ആരോഗ്യവകുപ്പിലെ കോർഡിനേഷൻ അവിടെ നിൽക്കട്ടെ. കേരള സർക്കാരിന്റെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി ആശുപത്രികളിലേക്ക് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന 850-ലധികം മരുന്നുകളുടെ സ്റ്റോക്കിൽ കാര്യമായ ക്ഷാമമാണ് നേരിടുന്നത്. ചുരുക്കി പറഞ്ഞ സർക്കാർ ആശുപത്രികളിലേക്ക് വിതരണം ചെയ്യാൻ ഈ നാട്ടിൽ മരുന്നില്ല. ഇതിനു പുറമെ ജില്ലാ ആശുപത്രികൾ മുതൽ സർക്കാർ ആശുപത്രികളിലേക്ക് കൊടുക്കേണ്ട 580-ലധികം ജനറിക് മരുന്നുകളും അനുബന്ധ സാമഗ്രികളും ഉൾപ്പെടുന്ന എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയുടെ സ്റ്റോക്ക് ഒരാഴ്ചത്തേക്ക് മാത്രമാണുള്ളത്. മെഡിക്കൽ കോളേജുകൾക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്കും ആവശ്യമായ 150-ലധികം പ്രത്യേക മരുന്നുകൾ ഉൾപ്പെടുന്ന സ്പെഷ്യാലിറ്റി ഡ്രഗ് ലിസ്റ്റിലുള്ള സാധനങ്ങളുടെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞു. ക്യാൻസർ ചികിത്സയ്ക്ക് ആവശ്യമായ 115-ലധികം മരുന്നുകളുടെ 10% മാത്രമാണ് ഇനി സ്റ്റോക്ക് ഉള്ളത്. ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കുമുള്ള ചികിത്സയ്ക്കായി അൾട്രാസൗണ്ട് മെഷീനുകൾ, വോമറുകൾ, ഫോട്ടോതെറാപ്പി ഉപകരണങ്ങൾ, എക്സ്റേ മെഷീനുകൾ എന്നിവയും സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. പുതിയത് വാങ്ങാനുള്ള ടെൻഡർ നടപടിയോ ആയിട്ടില്ല. അതായത് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഈ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കും എന്നതിനുള്ള യാതൊരു തയ്യാറെടുപ്പുമില്ല. സർക്കാർ അതിനെക്കുറിച്ചൊരു പിടിയുമില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോഴും മരുന്ന് വിതരണവും രോഗികളുടെ പരിപാലനവും ഒക്കെ നിലയ്ക്കും എന്ന അവസ്ഥയിലിരിക്കുമ്പോഴും മന്ത്രിയുടെ ഒരു മാനസികാവസ്ഥയാണ് ഇതിലും രസം. ഇത്രയും കൂളായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ അടുത്ത കാലത്തൊന്നും കേരളത്തിന് കിട്ടിയിട്ടില്ല. പവർ കട്ട് സമയത്ത് അടിയന്തരമായി ചെയ്യേണ്ട തുന്നിക്കെട്ടൽ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ചെയ്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് പവർ കട്ട് അരമണിക്കൂറല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് തുന്നിക്കെട്ടിയാൽ പോരെ എന്നാണ്. ഇത് ആശുപത്രിയാണെന്നും അമ്യൂസ്മെന്റ് പാർക്ക് അല്ലെന്നും ആരെങ്കിലും പുള്ളി ഒന്ന് പറഞ്ഞു മനസ്സിലാകും. പിന്നെ ആരോഗ്യരംഗം താറുമാറായാലും രോഗികളും കൂട്ടിരിപ്പുകാരും ഭക്ഷണം പോലും കഴിച്ച് സമാധാനിക്കരുതെന്ന് ആലോചിച്ച് DYFI വർഷങ്ങളായി കൊടുക്കുന്ന പൊതിച്ചോറിനൊക്കെ തടയിടാൻ വരുന്ന മന്ത്രിയോട് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇരുണ്ട കാലം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. മോശം ഭരണത്തിന് അവാർഡ് ഉണ്ടെന്ന് വിചാരിച്ച് പണിയെടുക്കുമ്പോഴത്തെ സംവിധാനം